ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പട്ടുപാവാടൻ്റെ സ്കേർട്ട് എങ്ങനെയാണ് തയ്ക്കുന്നത് എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 19.5 ആണ്. നമ്മൾ വേസ്റ്റ് ബാൻഡ് ആയിട്ട് 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം -17.5 പ്ലസ് 1.5, അതായത് നമുക്ക് മടക്കിയൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് നമ്മൾ 17.5 തന്നെ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് പിന്നെയും കുറയും. അതുകൊണ്ടാണ് നമ്മൾ 1.5 കൂടി കൂട്ടിയെടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ലെങ്ത്ത്. 2 പീസ് വേണം നമുക്ക്. 19 ലെങ്ത്തുള്ള 2 പീസ് വേണം. വിഡ്ത്ത് വന്നിട്ട് നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിന് എത്രയാണോ വിഡ്ത്തുള്ള വെച്ചാൽ അത്രയും വിഡ്ത്ത് എടുക്കാം. ഒരു 34 ഇഞ്ചെങ്കിലും മാക്സിമം വേണം. എൻ്റെ ക്ലോത്തിന് 34 ഇഞ്ചാണ് വിഡ്ത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കിതൊന്ന് 2 പീസും, അതായത് നമ്മളിപ്പോൾ 2 പീസ് കട്ട് ചെയ്തു, ആ 2 പീസും നമുക്കൊന്ന് പ്രില്ലിട്ട് എടുക്കാം. ഞാനിവിടെ പ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഒരു സൈഡ് ഫുള്ളായിട്ട് അടിക്കണം, മറ്റേ സൈഡ് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കുക. കാരണം നമുക്ക് എന്താ പറയുക, വേസ്റ്റ് ബാൻഡും കൂടി അതിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഒരു 3 ഇഞ്ച് വിട്ടിട്ട് അടിച്ചെടുക്കുക എന്ന് പറഞ്ഞത്. അതായത് ഇതുപോലെ ഒരു 3 ഇഞ്ച് വിട്ടിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വേസ്റ്റ് ബാൻഡ് കൊടുക്കാം. വേസ്റ്റ് ബാൻഡ് 2 ഇഞ്ച് ആണെങ്കിലും നമ്മൾ 5 ഇഞ്ച് എടുക്കണം. മടക്കി അടിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ 5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അപ്പോൾ നമുക്കിത് നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇതേ അളവിലൊന്ന് വേസ്റ്റ് ബാൻഡ് അടിച്ചെടുക്കുക. പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് വേസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് തന്നെ എടുക്കരുത്, എക്സ്ട്രാ എടുക്കണം. എലാസ്റ്റിക് ആണെങ്കിലും കെട്ടാണെങ്കിലും നമ്മൾ എക്സ്ട്രാ തുണി എടുക്കണം. എനിക്കിവിടെ 20 ഇഞ്ചാണ് കിട്ടുന്നത്. ഞാനൊരു 26 ഇഞ്ചോളം 27 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എലാസ്റ്റിക് അല്ല വെക്കുന്നത്, കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ച് താഴേക്ക് വിട്ടിട്ട് ഇതുപോലെ സൈഡൊന്നിങ്ങനെ മടക്കി 2 മടക്ക് മടക്കിയിട്ട് ഇങ്ങനെ അടിക്കുക. അടിച്ചതിന് ശേഷം അതായത് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ബാൻഡ് എക്സ്ട്രാ മുകളിലേക്ക് കൊടുത്തില്ലേ, ആ ഭാഗവും അതേമാതിരി ആദ്യം ഒരു മടക്ക് കൊടുക്കുക, പിന്നെ ഒരു മടക്ക് കൊടുത്തിട്ട് അടിക്കുക. അപ്പോൾ നമുക്കിതിലൂടെ വള്ളി പുറത്തേക്ക് എടുക്കാം. കെട്ടുന്നവരുടെ കാര്യത്തിൽ ഞാനിവിടെ കെട്ടല്ല, ഞാനിവിടെ എലാസ്റ്റിക് കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കറക്റ്റായിട്ട് അടിച്ചിട്ടില്ലല്ലോ, ഒരു 3 ഇഞ്ചോളം നമ്മൾ വിട്ടിട്ടില്ല. ആ ഭാഗം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം മൊത്തമായിട്ട് മടക്കി അടിക്കുമ്പോൾ ചെറിയൊരു ഭാഗം ഒഴിച്ചു വിടും. കാരണം നമുക്കതിലൂടെ എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഭാഗം ഒഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി 20 ഇഞ്ചാണ് വേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ ഒരു 4 ഇഞ്ചോ 3 ഇഞ്ചോ കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് എടുക്കാൻ. ഞാൻ 3 ഇഞ്ച് കുറച്ചിട്ട് 17 ഇഞ്ചാണ് എടുത്തത്. എലാസ്റ്റിക് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. ഇനി ഇവിടെ എന്താ വെച്ചാൽ ഞാൻ 2 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ബാൻഡ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എലാസ്റ്റിക് വന്നിട്ട് 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ 3/4 ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ്. അപ്പം ബാക്കി ഭാഗം മുകളിൽ വരുന്ന ബാക്കി 1.25 ഉണ്ടാവുമല്ലോ ആ ഭാഗം, അതായത് 1.25 ഇഞ്ചും മേലെ ബാക്കി ഉണ്ടാവും. ആ ഭാഗം അങ്ങനെ ചെറുങ്ങനെ ചുരുങ്ങി നിൽക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. സാധാരണ പട്ടുപാവാടയിൽ ആരും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ നമുക്കിത് ഞാൻ പ്ലെയിൻ ആയിട്ട് വേറെ ലേസും കാര്യമൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ കൂടെ സ്കേർട്ടായിട്ട് പെയർ ചെയ്യണമെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, പിന്നെ ഒരു മാറ്റം എപ്പോഴും അനിവാര്യമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. അതിന് ശേഷം എലാസ്റ്റിക് ഇട്ടിട്ട് ആ എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക, അടിക്കാതിരുന്ന ആ ഭാഗം കൂടി നമ്മളൊന്ന് അടിക്കണം. അപ്പോൾ നമ്മളെ സ്കേർട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി അടിച്ചാൽ മതി. അപ്പോൾ നമ്മളെ പട്ടുപാവാടൻ്റെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് മുമ്പേ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കേർട്ടോട് ചെയ്യുമോയെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് സ്കേർട്ട് ചെയ്തത്. ഇത് ഞാൻ മുമ്പ് ചെയ്തൊരു സ്കേർട്ടാണ്, വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷേ ഇത് കണ്ടോ, ഞാൻ മേലേക്ക് കറക്റ്റ് എലാസ്റ്റിക് കൊടുത്തത് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇത് മേൽഭാഗം നമ്മൾ എക്സ്ട്രാ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെയുള്ളത്.